Hello everyone, welcome back to Sai Love Learning. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, നിങ്ങളുടെ ആനുവൽ എക്സാമിന് മികച്ച രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും അടിപൊളിയായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാർ കരുതുന്നത്. പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. മികച്ച രീതിയിൽ തന്നെ പഠിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. ഓക്കെ, നന്നായി തന്നെ മികച്ച രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അടുത്ത 8 CBSE വരുമ്പോഴും അത് കഴിഞ്ഞ് 9ലേക്കും 10ലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. സോ മികച്ച രീതിയിൽ നമ്മൾ ബേസിക്സ് ഉണ്ടാക്കിയെടുക്കണം. സോ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ സാർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമീബയുടെ ന്യൂട്രീഷനാണ്. അപ്പോൾ ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിലെ അമീബയുടെ ന്യൂട്രീഷൻ പഠിപ്പിക്കാനാണ് സാറ് ബേസിക്കലി നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ അതിനു മുന്നേ അമീബയുടെ സ്ട്രക്ചർ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമുക്കറിയാം, അമീബ എന്ന് പറയുന്നത് നമുക്ക് നഗര നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത തരത്തിൽ വളരെ ചെറിയ യൂണിസെല്ലുലാർ ആയിട്ടുള്ള വളരെ ചെറിയ ആണ് യൂണിസെല്ലുലാർ അല്ലെ, ഒറ്റ സെല്ല് മാത്രമുള്ള ഒരു ജീവിയാണ്. സിംഗിൾ സെൽ അഥവാ യൂണിസെല്ലുലാർ ആണ്. ഇതിനെ ഒരു ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തമായ ഒരു ഷേപ്പ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു ഷേപ്പ് ഇല്ല, നോ ഡെഫിനിറ്റ് ഷേപ്പ് നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായ ഒരു ഷേപ്പ് ഇല്ല എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം, ഇതുപോലെ വ്യക്തതയില്ലാത്ത തരത്തിലുള്ള ഒരാകൃതിയാണ് ഇതിനുള്ളത്. ഒരുപാട് ഇങ്ങനെ വിരലുകൾ പോലുള്ള എക്സ്റ്റൻഷൻസ് ഇങ്ങനെ കാണാം. ഈ എക്സ്റ്റൻഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയ. എന്താ വിളിക്കുക? എക്സ്റ്റൻഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്യൂഡോപോഡിയ എന്നാണ്. സ്യൂഡോപോഡിയ, ഫാൾസ് ഫീറ്റ്. ഓക്കെ, പിന്നെ ഇതിനൊരു സെല്ലായതുകൊണ്ട് സെൽ മെംബ്രെയിനും ന്യൂക്ലിയസും സൈറ്റോപ്ലാസും കാര്യങ്ങളൊക്കെ കാണും. ഇനി ന്യൂട്രീഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അമീബയിലെ ന്യൂട്രീഷൻ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെന്ന് മനസ്സിലാക്കണം. അമീബയിലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. അതായത് ഭക്ഷണം വിഴുങ്ങിയതിന് ശേഷം ഭക്ഷണത്തിന്റെ ദഹനം, ഡൈജഷനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബോഡിക്കകത്താണ്. അതാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷന്റെ പ്രത്യേകത. 5 സ്റ്റെപ്പുകളാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻജക്ഷൻ ആണ്. ഇൻജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻജക്ഷൻ. ആൻഡ് യു ക്യാൻ സീ ഹിയർ, ഇത് അമീബയാണ്. സോ അമീബ ഒരു ഫുഡിന്റെ അടുത്ത് വന്നപ്പോൾ യൂസിങ് സ്യൂഡോപോഡിയ എൻഗൾഫ്ഡ് ദ ഫുഡ് അല്ലെ, ഫുഡ് ഈസ് ടേക്കൺ ഇൻസൈഡ്, ദാറ്റ് ഈസ് ഇൻജക്ഷൻ. അതിനുശേഷം ആ ഇൻജസ്റ്റ് ചെയ്ത ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കും. അത് ആ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ കണികകളാക്കും. ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ഈസ് ഡൈജഷൻ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡൈജഷൻ. ഇപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ഡൈജഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്യൂഡോപോഡിയാണ്. സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഫുഡിനെ വിഴുങ്ങിയതിന് ശേഷം അത് ഡൈജസ്റ്റ് ആയി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡൈജഷൻ. സി, ഇവിടെ ഒരു പ്രത്യേക ഒരു വാക്യൂൾ, ഒരു സഞ്ചി പോലെ ഫോം ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫുഡ് വാക്യൂൾ. ഇതിനെ നമ്മൾ ഫുഡ് വാക്യൂൾ എന്നാണ് പറയാം. ഫുഡ് വാക്യൂളിനകത്ത് എൻസൈമിന്റെ ആക്ഷൻ കൊണ്ട് ദ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജഷൻ നടന്നു. ഇനി ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. സോ ദാറ്റ്സ് ദ തേർഡ് സ്റ്റെപ്പ്, അബ്സോർപ്ഷൻ. തേർഡ് സ്റ്റെപ്പ് ഇതാ അബ്സോർപ്ഷൻ. ന്യൂട്രിയൻസ് എല്ലാം അമീബ അബ്സോർബ് ചെയ്തു. നെക്സ്റ്റ്, അബ്സോർബ് ചെയ്ത ന്യൂട്രിയന്റിനെ നമ്മുടെ അമീബയുടെ സെല്ല് യൂസ് ചെയ്യണം. ആ യൂസ് ചെയ്യുന്നതിനെയാണ്, ആ യൂട്ടിലൈസേഷനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അസിമിലേഷൻ. അറ്റ് ലാസ്റ്റ് അൺഡൈജസ്റ്റഡ് ഫുഡിനെ എലിമിനേറ്റ് ചെയ്ത് കളയും, വേസ്റ്റിനെ റിമൂവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഇജക്ഷൻ. സോ അമീബയുടെ ന്യൂട്രീഷൻ ഇറ്റ്സ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്, കാണാലോ, ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. അതിലെ സ്റ്റെപ്സ് വരുന്നത് ഏതൊക്കെയാണ്? സ്റ്റെപ്സ് വരുന്നത് ഫസ്റ്റ് ഈസ് ഇൻജക്ഷൻ, നെക്സ്റ്റ് ഈസ് ഡൈജഷൻ, ദെൻ അബ്സോർപ്ഷൻ, then assimilation, ejection. Ingestion, digestion, absorption, assimilation and ejection. So വളരെ കൃത്യമായി തന്നെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, റെഡി? നന്നായി തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതാൻ സാധിക്കും.
അപ്പോൾ മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.